ഈ ചേമ്പലയുടെ പ്രത്യേകത അതല്ലേ. ചേമ്പലയിൽ നമ്മൾ എന്തോരം വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ ചരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴിച്ചത് പോലും തോന്നാത്ത രീതിയിൽ നമ്മൾ ഈ പഞ്ഞു പോലെ ഇരിക്കുന്നു. പഞ്ഞു പോലെ എന്നാ ഒഴിച്ചാൽ അതിൽ തന്നെ ഇരിക്കുക, പിന്നെ വിട്ടുപോകുമില്ല. ഞെക്കി പിഴിഞ്ഞു കളഞ്ഞാൽ ശ്രമിച്ചാലും ചിലപ്പോൾ കുറച്ചുകൂടി ഇരിക്കും. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരാൻ പറ്റുന്നില്ല. ആത്മീയ പക്വതയിലേക്ക് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ബാല്യപാഠങ്ങൾ പിന്നിട്ട് ആത്മീയ പക്വതയിലേക്ക് വളരാൻ പറ്റുന്നില്ല. കാരണം എന്താ, നമ്മളിപ്പോഴും പാല് പിടിച്ചുകൊണ്ടാ, ഇപ്പോഴും പാല് പിടിച്ചാ നമ്മൾ ജീവിക്കുന്നത്. സുവിശേഷം പറയുന്ന പോലെ ഞാൻ കുഴലൂതി നൃത്തം വെച്ചില്ല, ഞാൻ വിളിച്ച് വന്നില്ലെന്നൊക്കെ പറഞ്ഞ് ചന്തസ്ഥലത്തിരിക്കുന്നവരെ പോലെയാണ് നമ്മളിൽ പലരും നിന്ന്. ഞാൻ വിളിച്ചിട്ട് അവൻ കേട്ടില്ല, ഞാൻ പറഞ്ഞിട്ട് അവൻ ശ്രദ്ധിച്ചില്ല, എന്നെ അവൻ സ്നേഹിച്ചില്ല, എന്നെ ആ ഒരു കല്യാണത്തിന് വിളിച്ചില്ല, എന്നെ അവിടെ ചന്തസ്ഥലത്തിരിക്കുന്നവരെ പോലെയാണ് നമ്മളെന്ന് പറയുന്നത്. ദൈവാലയത്തിന്റെ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. ദൈവമക്കളല്ലേ നമ്മൾ ദൈവമക്കളെങ്കിൽ ദൈവമക്കളുടെ സ്വഭാവമല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ മക്കളെങ്കിൽ നമുക്കൊരു വേദന വരുമ്പോ, ഒരു സങ്കടം വരുമ്പോ അപ്പാ എന്നല്ലേ വിളിക്കണ്ടേ. മകനൊരു വേദന വരുമ്പോ അവൻ അപ്പനെയല്ലേ വിളിക്കുക, അമ്മയല്ലേ വിളിക്കുക. ഇത് നമ്മൾ പഠിക്കണം. ഇത് നമ്മുടെ ചങ്കി കിട്ടേണ്ട ഒരു കാര്യമാണ്. മനുഷ്യൻ പറയുന്ന വാക്കുകളെ അത്ര നിസ്സാരമായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. കാരണം മനുഷ്യന്റെ വാക്കുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നിന്റെ ആത്മരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങള് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിച്ചോ. അതല്ലേ നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്, ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, അതിന്റെ പേരിൽ നിന്റെ ഉറക്കം കളയുന്നതാണെങ്കിൽ എന്നിട്ട് അച്ഛാ ഭയങ്കര അസ്വസ്ഥ അച്ഛാ. ദൈവാലോചന നിനക്ക് തരുമ്പോ നീ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഒരു കുഴപ്പമില്ല. അതുകൊണ്ടല്ല ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കുന്ന ശിമയോൻ പറഞ്ഞത്. ജോസഫ് കടന്നുറങ്ങിയ സമയത്ത് പരിശുദ്ധാത്മാവ് അവനെ ഡിസ്റ്റർബ് ചെയ്തു. അവൻ സ്വപ്നം കാണാൻ തുടങ്ങി. സ്വപ്നത്തില് ദൈവിക സന്ദേശങ്ങൾ കിട്ടുകയാണ്. വർഗീയ വെളിപാടുകൾ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അതിന്റെ പേരിൽ ഉറക്കം പോയാലും കുഴപ്പമില്ല. പക്ഷേ ലോകത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് നാട്ടുകാർ അത് എന്നെ കുറിച്ച് പറഞ്ഞു, ഇവരെന്നെ കുറിച്ച് ഇത് പറഞ്ഞു, അവൾ എന്നെ കുറിച്ച് ഇങ്ങനെ കമന്റ് പറഞ്ഞു, അവൾ എന്നെ സ്നേഹിച്ചില്ല, അവൻ എന്നെ നോക്കിയില്ല. നമ്മൾ ഈ താമസിക്കുന്നതും ജീവിക്കുന്നതും മുഴുവനും മനുഷ്യന്റെ നടുവിലല്ലേ. പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ എടുത്തിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ മെഡിറ്റേഷന് വിധേയമാക്കിയാൽ നമുക്ക് എത്ര പേർക്ക് സമാധാനം ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും പറ. അതുകൊണ്ട് മക്കളെ, അപേക്ഷയാണ്. ദൈവനാമത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് അച്ഛൻ യാചിക്കുകയാണ്, മനുഷ്യന്റെ വാക്കുകൾക്ക് അത്ര വില കൊടുത്താൽ മതി.